കൊച്ചിയിൽ ഹോട്ടൽ ആക്രമിച്ച കേസിൽ പൾസർ സുനി അറസ്റ്റിൽ. എറണാകുളം കുറുപ്പൻപടിയിലെ ഹോട്ടലിൽ ബഹളം വെച്ചതിനും ജീവനക്കാരെ അസഭ്യം പറഞ്ഞതിനുമാണ് നടപടി. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയാണ് സുനിയുടെ ഈ അതിക്രമം. മറ്റൊരു കേസിലും ഉൾപ്പെടരുതെന്ന വ്യവസ്ഥയോടെയാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചിരുന്നത്. ബിനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ബിനിൽ, കൃത്യമായി ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണ്. ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യതയില്ലേ? ആര്യ, അതുതന്നെയാണ് പൾസർ സുനിയെ ഈ കേസിൽ കുഴപ്പത്തിലാക്കുന്നത്. ഈ കേസ് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമേ ഉള്ളൂ. കാരണം ഒരു ഹോട്ടലിലെ കൗണ്ടറിൽ വെച്ച് ആ ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരനുമായി തർക്കത്തിലേർപ്പെടുക, അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ അസഭ്യം പറയുക, പിന്നാലെ അവിടെ നിന്ന് ഒരു വെള്ളം കുടിക്കുന്ന ഗ്ലാസ് എടുത്ത് താഴെ എറിഞ്ഞ് പൊട്ടിക്കുക, ഇതൊക്കെയാണ് പൾസർ സുനി ചെയ്തത്. പക്ഷേ ഇതിൻ്റെ അപകടം ഇരിക്കുന്നത് ഈ നടിയെ ആക്രമിച്ച കേസിൽ സുപ്രീം കോടതി വർഷങ്ങൾക്ക് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നത്. അപ്പോൾ വച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ മറ്റൊരു കേസിലും ഉൾപ്പെടരുത് എന്നതാണ്. ഈ കേസിൽ പ്രതിയായതോടുകൂടി പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കാനായി പ്രത്യേക അന്വേഷണ സംഘം വിചാരണ കോടതിയെ സമീപിക്കുകയാണ്. ഇന്ന് തന്നെ വിചാരണ കോടതിയിൽ അത് സംബന്ധിച്ച നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിൽ വിചാരണ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പൾസർ സുനി ഇനി ജാമ്യത്തിൽ തുടരാൻ കഴിയുമോ ഇല്ലയോ എന്നതിലെ കാര്യത്തിൽ വ്യക്തത വരിക. എന്തായാലും നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പൾസർ സുനി ഇത്തരത്തിലൊരു വലിയ കുഴപ്പത്തിൽ ചെന്നപ്പെട്ടിരിക്കുന്നു. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. പൾസർ സുനിയാണ് ഹോട്ടലിൽ ബഹളം വെച്ചതിന് ഇപ്പോൾ നടപടി നേരിടുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ടും മറ്റേ കേസിലെ